രോഗങ്ങൾ ഉണ്ടാകും. വീടെവിടെയായിരുന്നു? എൻ്റെ വീട് ഇളനാട്. ഇളവനാണ്. ഇളനാണ്. എന്തായിരുന്നു പഴയന്നൂർ പഞ്ചായത്ത് ഇളനാട്. എന്തായിരുന്നു ഇവിടെ വരുമ്പോൾ കംപ്ലൈൻറ്റ്? ഇവിടെ വരുമ്പം ബ്ലോക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ചികിത്സ നടന്നത് ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ആദ്യം ചികിത്സ തുടങ്ങുന്നത്. അവിടെ നിന്നത് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിയും. അപ്പോൾ അവിടുന്ന് ആൻജിയോഗ്രാം ചെയ്യാൻ തുടങ്ങി. ആൻജിയോഗ്രാം ചെയ്തു. 3 ബ്ലോക്കുള്ളതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രീധരയിലേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി. ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ പോകാനുള്ളൊരു സ്ഥിതിയില്ലാത്തതുകൊണ്ട് അതെന്നായിരുന്നു അതിപ്പം ഈ 3 മാസമേ ഉള്ളൂ. ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തിട്ട് 3 മാസം. അത് കഴിഞ്ഞ് പിന്നെ ശ്രീധരയിലേക്ക് പോയി. അവിടെ നിന്ന് ഓപ്പറേഷൻ ഏജ് നിശ്ചയിച്ചിരുന്നു. മാസം 6-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് അന്ന് തരാം. അവിടെ അഡ്മിഷൻ ഓപ്പറേഷൻ മുമ്പുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ട് അന്ന് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റിൻ്റെ സമയമാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സഹോദരിയുടെ ഭർത്താവിന് കാലിന് സുഖമുണ്ടാകും. ഈ ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയേ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അളിയനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ആവശ്യം ചെയ്യുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഡോക്ടറായിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കൂടാതെ കഴിക്കുമെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു കരുതി. ഓപ്പറേഷനേക്കാൾ നല്ലത് ചില കുട്ടിയില്ലാതെ ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറിന് ഏതാണല്ലോ നല്ലതെന്ന് കരുതി ഈ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്നു. ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഭേദമുണ്ട്. ഇപ്പോൾ സംഗതി ഭേദമുണ്ട്. ഇപ്പോൾ പിന്നെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു രോഗമുണ്ടെന്നൊരു തോന്നലില്ല. ഇപ്പോൾ പിന്നെ നല്ല ഉഷാറാണ്. നമുക്ക് ബാക്ക് കിടപ്പ് അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ ഇല്ല. അത് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ ആ പ്രയാസത്തിനൊട്ടേറെ മാറ്റുന്നത്. കൊളസ്ട്രോൾ വളരെ കൊളസ്ട്രോൾ താഴ്ന്നു. ഷുഗർ താഴ്ന്നുണ്ട്. ഷുഗർ 129 കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ 340 വരെ ഉണ്ടായിരുന്നു. താഴേക്ക് വന്നു 129 ഇൻസുലിൻ എടുക്കണ്ടായിരുന്നു. ഇടയ്ക്ക് ഇപ്പോൾ ഇൻസുലിൻ കുറച്ചു. ഇൻസുലിൻ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആഴ്ച 4 ദിവസമായിട്ട് ഇൻസുലിൻ എടുക്കുന്നത്. എന്നിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഇതിലാണ്. അപ്പോൾ ഇപ്പം എല്ലാത്തിനും ആശ്വാസമുണ്ട്. ഇനി വേണ്ട ഓപ്പറേഷൻ വേണമെന്ന് വയ്ക്കാം. ഓപ്പറേഷൻ വേണ്ടതെന്ന് വയ്ക്കാം. ഇത് എന്തെങ്കിലും പൂർണ്ണമായിട്ട് മാറുകയാണെങ്കിലൊക്കെ ഈ മരുന്ന് തുടരുന്ന ഓപ്പറേഷൻ വേണ്ടതെന്ന് വെക്കുകയാണെങ്കിൽ ആ ഘട്ടം മരുന്ന് അത് തന്നെ ചെയ്യും. ഒന്നാമത് നമ്മൾ ആദ്യമേ പുള്ളിയെ കാണുമ്പോൾ ഇവിടെ അനിയനെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വന്നാണ് നടക്കാതെ കാലിൽ നീരായിട്ട് വന്നു. അപ്പോൾ അവരെ കാണാൻ വന്നു. അവരെഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് പുള്ളി കാണുന്നത്. ഇതിൻ്റെ പാർട്ടി പിന്നെ ഒന്നാമത്തെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കരുതാം സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. അപ്പം ഒന്ന് അത്രയ്ക്കുള്ള പിന്നെ സൊസൈറ്റികൾ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ആയുർവേദം മരുന്ന് കൊടുക്കുമ്പോൾ അത് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ രീതിയിൽ നിൽക്കാനോ അവരെ സംബന്ധിച്ചോളം കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മുഖമൊക്കെ വീങ്ങി നിന്നു. ഇപ്പോൾ ആ മുഖത്തിൻ്റെ വീങ്ങൽ മാറി. അവനൊക്കെ തന്നെ കൈകൾ ഇപ്പോൾ ഇതെന്ന് പറയുമ്പം ഇപ്പോൾ ഇവിടെ നീരുണ്ടായിരുന്നു. ഇപ്പോൾ ആ നീര് പോയതിൻ്റെയാണ് ഇപ്പോൾ ഇതിങ്ങനെ നിന്നായപ്പോൾ ഇതിങ്ങനെ നിൽക്കും. ഇപ്പോൾ കാരണം ആ നീര് പറ്റിക്കഴിഞ്ഞപ്പോൾ ആ നിൽക്കുന്ന ഒരു ഇതാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മൊത്തം സർക്കുലേഷൻ തുടങ്ങിയെന്ന് അറിയുന്നതിൻ്റെ രീതിയായിട്ടാണ്. അപ്പോൾ 340-360 ഉണ്ടായിരുന്ന ഷുഗർ കുറയണമെങ്കിൽ മരുന്നില്ലാതെ തന്നെ കുറയാനായിട്ടെന്ന് പറയുമ്പം ഇത് സർക്കുലേഷൻ തുടങ്ങി കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഈ ആയുർവേദത്തിന് എൻ്റെ മരുന്നും ഷുഗറിൻ്റെ മരുന്ന് നിർത്തി, ഇൻസുലിനും നിർത്തി. അപ്പോൾ അത് രണ്ടും നിർത്തി കഴിഞ്ഞിട്ട് ആയുർവേദത്തിൻ്റെ പ്രവർത്തനം ശരിയാണെങ്കിൽ സ്വാഭാവികപരമായിട്ട് ഷുഗർ താഴും, കൊളസ്ട്രോളും താഴും. അപ്പോൾ അത് ഞങ്ങൾ അത് കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോൾ കൊളസ്ട്രോൾ 200-ലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 360-340 ഉണ്ടായിരുന്ന ഷുഗർ
ഷുഗർ 229 അപ്പോൾ ഇനി ബാക്കിയുള്ള മരുന്നുകളും കൂടെ കൊടുത്ത് ഇത് കഴിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബ്ലോക്ക് ഇല്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഇത്രയും ദിവസം കൊണ്ട് തന്നെയാണ് ഇത്രയും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കഴിയും എന്നുള്ളതാണ് എൻ്റെ 100% വിശ്വാസവും. അത് തന്നെ ഒരു ഓപ്പറേഷനും കൂടുന്ന അതാണ്